ഹേ ഗായ്സ്, എൻ്റെ ലാസ്റ്റ് ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിംഗപ്പൂർ പോകണമെന്ന്. അപ്പോൾ കുറേ പേര് എനിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞു. കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സിംഗപ്പൂർ പോണ കാര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്കൊരു ഹാപ്പി ജേർണി ഒക്കെ പറഞ്ഞേക്ക്. അപ്പോഴേക്കും ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടാവും, സിംഗപ്പൂർ എത്തിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അടിപൊളി ഫ്ലൈറ്റിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്കലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഡിഗോ തന്നെയാണ് ഇപ്രാവശ്യം പോയത്. ആദ്യമായിട്ടാണ് ഞാൻ സിംഗപ്പൂർ പോണത്. ഇത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ബാംഗ്ലൂരാണ് കേട്ടോ. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ഇവിടത്തെ ഇന്റീരിയർ ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഇതിനും അടിപൊളിയായിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ കൊച്ചി അത്ര അടിപൊളിയല്ല കേട്ടോ. ഞാൻ ആദ്യം കരുതിയത് ഈ പച്ച കളറിൽ കാണുന്ന ചെടികളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റം ആണെന്നാണ്. പക്ഷെ അല്ല, അതൊക്കെ ലിവിങ് പ്ലാന്റ്സ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഈ മൊത്തം കാണുന്ന ചെടികളൊക്കെ ലിവിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് കസിൻസിന് ആർക്കെങ്കിലും ഒക്കെ കുപ്പിയൊക്കെ മേടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്നൊക്കെ കുപ്പിയൊക്കെ മേടിച്ചിട്ട് പോയാൽ മതി. പക്ഷെ ഒടുക്കത്ത പൈസയാണ്. ഒരു ബോട്ടിലിനൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആകെ ഓൾഡ് മങ്ക് മാത്രമാണ് 1490 ഞാൻ കണ്ടത്. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ബോട്ടിലൊക്കെ മേടിച്ചോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് മേടിച്ചിട്ട് പോകുന്ന ഐറ്റമാണ്. ഞാനൊക്കെ ഇത് ആദ്യമായിട്ടൊക്കെ കാണണം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഇതൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇതൊക്കെ എന്ത് പുല്ലെന്ന ഒരു തോട്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നിങ്ങളേക്ക് ഇത് കാണിക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു ഹാപ്പിയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലോഞ്ച് ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കാർഡും അവിടെ അക്സെപ്റ്റബിൾ അല്ല. പിന്നെ അതിന്റെ അകത്ത് തന്നെ കുറെ കഫേ ഉണ്ട്. അതിന്റെ അകത്ത് ഞാൻ ഒരു സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. നല്ല അടിപൊളി സാൻഡ്വിച്ച് ആയിരുന്നു. പക്ഷെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. ഒരു സാൻഡ്വിച്ച് 450 രൂപയായി. പിന്നെ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് മേടിച്ച് കഴിച്ചിട്ടാ. ഇത് നിങ്ങൾ ഈ കാണുന്നതൊക്കെ കഫേ ആട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണേ. അതുപോലെ ആ പ്ലാന്റ്സ് ഒക്കെ തൂക്കിയിട്ടേക്കണോ, എന്ത് ഭംഗിയാന്ന് അറിയും. ഇതൊക്കെ ലിവിങ് പ്ലാന്റ്സ് എന്ന് അറിയുമ്പോൾ ഭയങ്കര ഇതൊക്കെ നോക്കി നിങ്ങൾ തന്നെ നോക്കി ഇതൊക്കെ എങ്ങനെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ നീറ്റ് ആൻഡ് ടൈഡി എന്ന് പറയില്ല, പോലെ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. കാരണം 2 hours നമുക്ക് ടോട്ടൽ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. പിന്നെ നേരെ ഗേറ്റ് നോക്കി, ഗേറ്റിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എത്തി എന്ന് പറഞ്ഞു. നേരെ പോയി. ഇത് നമ്മുടെ ഫ്ലൈറ്റ് അല്ല, ഇത് എത്തോപ്യൻ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ്. ഇതെന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ സിംഗപ്പൂരൊക്കെ ആദ്യമായിട്ട് പോകാണല്ലോ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ സിംഗപ്പൂരിലെ വിശേഷമൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും സപ്പോർട്ട് തരണം. എൻ്റെ പിള്ളേരെ ആരും ഇട്ടിട്ട് പോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നതാണ്. എനിക്ക് അത്യാവശ്യം ആൾക്കാർ കുറവായിരുന്നു ഈ പ്രാവശ്യത്തെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ. ഇതിന് മുന്നേ കൊച്ചി ടു ബാംഗ്ലൂർ വന്നപ്പോഴേക്കും ഫുൾ ആൾക്കാരായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് വ്യൂ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ അവിടെ കുറേ നേരം 4 മണിക്കൂറോളം ഇരിക്കണോണ്ട് കുറച്ചായപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാ. അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാ വീഡിയോസൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ വിശേഷമൊക്കെ ആയിട്ട് വരാം. അപ്പൊ എന്റെ ബാക്കി സിംഗപ്പൂർ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ.